സ്വാമി ദയാനന്ദ സരസ്വതി 1824-1883. ഹിന്ദുമതത്തിന്റെ ജോൺ കാൽവിൻ എന്നും ഹിന്ദുമതത്തിന്റെ മാർട്ടിൻ ലൂതർ എന്നും അറിയപ്പെടുന്ന ഇന്ത്യൻ സോഷ്യൽ റീഫോമറാകുന്നു സ്വാമി ദയാനന്ദ സരസ്വതി. ജോൺ കാൽവിൻ അതുപോലെ മാർട്ടിൻ ലൂതർ ഇവർ രണ്ടു പേരാകുന്നു. ക്രിസ്തുമതത്തിലെ നവീകരണ ആശയങ്ങൾക്ക് തുടക്കം കുറിച്ച ജർമ്മൻ വൈദികനാകുന്നു മാർട്ടിൻ ലൂതർ. ഫ്രാൻസിൽ നിന്നുള്ള ക്രിസ്ത്യൻ തത്വചിന്തകനാകുന്നു ജോൺ കാൽവിൻ. സ്വാമി ദയാനന്ദ സരസ്വതിയെ ഹിന്ദുമതത്തിന്റെ ജോൺ കാൽവിൻ എന്നും ഹിന്ദുമതത്തിന്റെ മാർട്ടിൻ ലൂതർ എന്നും അറിയപ്പെടുന്നു. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം മൂൽ ശങ്കർ എന്നാകുന്നു. പഞ്ചാബിലെ ലാഹോറിലുള്ള ദയാനന്ദ് ആംഗ്ലോ വേദിക് കോളേജിന്റെ സ്ഥാപകനാകുന്നു സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയെ ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നു. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ 2 ആശയങ്ങളാകുന്നു വേദങ്ങളിലേക്ക് മടങ്ങുക, ഇന്ത്യ ഇന്ത്യക്കാർക്ക്. 1875 ബോംബെ ആസ്ഥാനമാക്കി ആര്യ സമാജം സ്ഥാപിക്കുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാകുന്നു. ശുദ്ധി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാകുന്നു. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിന്റെ പേരാകുന്നു സത്യാർത്ഥ പ്രകാശം. അദ്ദേഹത്തിന്റെ ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ന്യൂസ് പേപ്പറിന്റെ പേരാകുന്നു ആര്യപ്രകാശം. ലാലാ ലജ്പത് റായ് 1865-1928. പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു ലാലാ ലജ്പത് റായ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീവ്ര വിഭാഗത്തിൽ വരുന്ന ദേശീയ നേതാക്കളിൽ പ്രശസ്തരാകുന്നു ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. ഇവരെ ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നു. ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായിരുന്നു ലാലാ ലജ്പത് റായ്. 1894 സ്ഥാപിച്ച പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകനാകുന്നു ലാലാ ലജ്പത് റായ്. 1920 NM ജോഷിയോടൊപ്പം ചേർന്ന് ബോംബെയിൽ രൂപീകരിച്ച ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റും അതുപോലെ സേഫ്റ്റി വാൽവ് തിയറി ജനകീയമാക്കിയ ദേശീയ നേതാവും കൂടിയാകുന്നു ലാലാ ലജ്പത് റായ്. 1928 നടന്ന ലാത്തി ചാർജിൽ പരിക്കേറ്റ ശേഷം നവംബർ 17 അദ്ദേഹം മരണമടഞ്ഞു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്: എന്റെ ശരീരത്തിലെ ഓരോ ലാത്തിയും ബ്രിട്ടീഷുകാരുടെ ശവപ്പെട്ടിയിലെ ആണികളാണ്. ഈ ലാത്തി ചാർജ് എന്റെ ശരീരത്തെ മാത്രമേ അസ്വസ്ഥമാക്കുകയുള്ളൂ, എന്നാൽ എന്റെ ഉള്ളിലെ ആത്മാവിനെ അലിയിച്ചു കളയുകയില്ല. ലാലാ ലജ്പത് റായിയുടെ രചനകളാകുന്നു അൺഹാപ്പി ഇന്ത്യ, അതുപോലെ ദ സ്റ്റോറി ഓഫ് മൈ ഡീപ്പോർട്ടേഷൻ, വേറൊന്നുകൂടിയുണ്ട് ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ. വന്ദേ മാതരം പത്രവും അദ്ദേഹത്തിൻ്റെതാകുന്നു. 1920 കൽക്കട്ടയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ലാലാ ലജ്പത് റായ് ആയിരുന്നു. ഇവിടെ പ്രത്യേക സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാർഷിക സമ്മേളനങ്ങൾക്ക് പുറമെ അർജന്റ് സിറ്റുവേഷനിൽ കൂടുന്ന സമ്മേളനങ്ങളെയാണ് പ്രത്യേക സമ്മേളനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അടിയന്തര സാഹചര്യങ്ങൾ, നിർണായക തീരുമാനങ്ങൾ, നയപരമായ മാറ്റങ്ങൾ, പ്രധാന പ്രമേയങ്ങൾ തുടങ്ങിയവയ്ക്ക് നമ്മൾ വാർഷിക സമ്മേളനങ്ങൾക്ക് പുറമെ പ്രത്യേക സമ്മേളനങ്ങൾ കൂടാറുണ്ട്. ഓക്കെ. 1920 കൽക്കട്ടയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ലാലാ ലജ്പത് റായ് ആയിരുന്നു. 1907 പഞ്ചാബിൽ ഭൂമി ഉടമസ്ഥാവകാശവുമായി സംബന്ധിച്ച് പ്രക്ഷോഭം നടത്തിയിരുന്ന കാലത്ത് ലാലാ ലജ്പത് റായിയെ ബർമയിലേക്ക് നാടുകടത്തി. ബർമ ഇന്ന് അറിയപ്പെടുന്നത് മ്യാൻമർ എന്നാണ്. ലാലാ ലജ്പത് റായിയുടെ ഭാര്യയുടെ പേരാകുന്നു രാധാദേവി അഗർവാൾ. ഭഗത് സിംഗ്, ഷഹീദ് ഇ അസം, അതായത് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് മഹാത്മാഗാന്ധിജി വിശേഷിപ്പിച്ച ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു ഭഗത് സിംഗ്. പഞ്ചാബിലെ ലാഹോറിലുള്ള ബാങ്ക എന്ന പ്രദേശത്ത് 1907 ഭഗത് സിംഗ് ജനിക്കുന്നത്. മുഹമ്മദ് ഇക്ബാൽ എഴുതിയ ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു ഭഗത് സിംഗ്. കോംറേഡ് എന്ന മാഗസീൻ ഭഗത് സിംഗിന്റേതാകുന്നു. എന്നാൽ കോംറേഡ് എന്ന പത്രമുണ്ട്. കോംറേഡ് എന്ന പത്രം മൗലാന മുഹമ്മദ് അലിയുടേതാകുന്നു. ഭഗത് സിംഗിന്റെ 12ാം വയസ്സിലാണ്, അതായത് 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. ഈ വയസ്സിൽ ഭഗത് സിംഗ് എടുത്ത പ്രതിജ്ഞയായിരുന്നു: ഇതിന് ഞാൻ പ്രതികാരം ചെയ്യും. 1929 ഭഗത് സിംഗ് ബതുകേശ്വർ ദത്തിനോടൊപ്പം ചേർന്ന് ഡൽഹി അസംബ്ലി ഹാളിൽ ബോംബെറിഞ്ഞത്. ഈ ബോംബേറിൽ ആരും തന്നെ മരണപ്പെട്ടിട്ടില്ല. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അവരെ ജാഗരൂകരാക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലുള്ള ഒരു ബോംബേർ നടത്തിയത്. ഈ ബോംബേറിൽ ആരും തന്നെ മരണപ്പെട്ടിട്ടില്ല. എന്നാൽ ഭഗത് സിംഗിനെ അറസ്റ്റ് ചെയ്യുന്നതും അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നതും മറ്റൊരു കേസിലാണ്. ആ കേസിന്റെ പേരാകുന്നു ലാഹോർ ഗൂഢാലോചന കേസ്. ലാഹോർ ഗൂഢാലോചന കേസ് എന്താണെന്ന് പറഞ്ഞാൽ, ലാലാ ലജ്പത് റായിയെ ലാത്തി ചാർജിൽ അടിച്ച് പരിക്കേൽപ്പിച്ച് കൊല്ലുന്നതിന് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും കൂടി നടത്തിയ ഗൂഢാലോചനയാകുന്നു ലാഹോർ ഗൂഢാലോചന കേസ്. ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഇവർ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വധിച്ചു. അത് ലാലാ ലജ്പത് റായിയെ വധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ ആയിരുന്നില്ല. അവർക്ക് ആള് മാറിപ്പോയി. അത് സോണ്ടേഴ്സ് എന്ന പേരുള്ള മറ്റൊരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെയാണ് ഇവർ വധിച്ചത്. എന്തായിരുന്നാലും ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വധിച്ചു എന്ന കാരണത്താൽ ഇവരെ അറസ്റ്റ് ചെയ്യുകയും കോടതി വിചാരണയ്ക്ക് ശേഷം ബതുകേശ്വർ ദത്തിനെ ജീവപര്യന്തം ശിക്ഷിക്കുകയും ചെയ്തു. രാജ്ഗുരു, അതുപോലെ സുഖദേവ്, ഭഗത് സിംഗ് എന്നീ 3 പേരെ തൂക്കിലേറ്റാൻ വിധിക്കുകയും ചെയ്തു. രാജ്ഗുരുവിനെയും സുഖദേവിനെയും ഭഗത് സിംഗിനെയും 1931 മാർച്ച് 23 ലാഹോർ ജയിലിൽ തൂക്കിലേറ്റി. തൂക്കിലേറ്റുന്ന സമയത്ത് ഭഗത് സിംഗിന്റെ പ്രായം 24 ആയിരുന്നു.
വിചാരണ സമയത്ത് ഭഗത് സിംഗ് പറഞ്ഞ വാക്കുകളാകുന്നു, ചിലപ്പോൾ എന്നെ വധിച്ചേക്കാം, എന്നാൽ ഒരിക്കലും എൻ്റെ ആശയങ്ങളെ നശിപ്പിക്കാനാകില്ല. ഭഗത് സിംഗിന്റെ ഓട്ടോബയോഗ്രഫിയുടെ, അതായത് ഭഗത് സിംഗിന്റെ ആത്മകഥയുടെ പേരാകുന്നു വൈ ഐ ആം ആൻ എത്തിസ്റ്റ്. ഭഗത് സിംഗിന്റെ ഒരു ബുക്കുണ്ട്, അതിന്റെ പേരാകുന്നു ദ ഐഡിയ ഓഫ് നേഷൻ. ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനകളാകുന്നു 1926 രൂപീകരിച്ച നവജവാൻ ഭാരത് സഭ, അതുപോലെ 1928 രൂപീകരിച്ച ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഭഗത് സിംഗിനെ കുറിച്ച് കുൽദീപ് നയ്യാർ എഴുതിയ പുസ്തകമാകുന്നു വിതൗട്ട് ഫിയർ ദ ലൈഫ് ആൻഡ് ട്രയൽ ഓഫ് ഭഗത് സിംഗ്. ഓപ്പറേഷൻ ട്രോജൻ ഹോഴ്സ് ഭഗത് സിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്പറേഷൻ ട്രോജൻ ഹോഴ്സ് എന്നത് ഭഗത് സിംഗിനെയും അതുപോലെ രാജ്ഗുരു സുഖദേവ് എന്നിവരെയും തൂക്കിലേറ്റുന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തിയ ഒരു രഹസ്യ നീക്കമായിരുന്നു. ഓപ്പറേഷൻ ട്രോജൻ ഹോഴ്സിന്റെ ഭാഗമായിട്ട് ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജ്ഗുരുവിനെയും തൂക്കിലേറ്റുക എന്നുള്ളത് ഒരു പ്രഹസനമായി ഇന്ത്യക്കാരെ ബോധ്യപ്പെടുത്തിയ ശേഷം ഇവരെ ഒരു തൂക്കിലേറ്റിയതിന്റെ ഒരു അർദ്ധ അബോധാവസ്ഥയിലെത്തിയപ്പോൾ ഇവരെ അതിൽ നിന്നും മോചിപ്പിച്ച് ഇവർ വധിച്ച ഉദ്യോഗസ്ഥന്റെ ഫാമിലി, അതായത് സോണ്ടേഴ്സിന്റെ ഫാമിലിക്ക് ഇവരെ എത്തിച്ചു കൊടുത്തു. ആ സമയത്ത് ഇവർക്ക് ജീവനുണ്ടായിരുന്നു. എന്നിട്ട് സോണ്ടേഴ്സിന്റെ ഫാമിലിയിലുള്ളവരും മറ്റ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും ജീവനുള്ള ഈ 3 പേരെയും ഒരുപാട് മർദ്ദിക്കുകയും അതിനുശേഷം അവരുടെ കലി അടങ്ങുന്നതുവരെ ഇവരുടെ ശരീരത്തെ ആകെ വെടിയുതിർക്കുകയും ചെയ്തു. അത്തരത്തിൽ അവരുടെ കലി അടങ്ങുന്നതുവരെ ഈ 3 പേരെയും വളരെയധികം പീഡിപ്പിച്ച് ടോർച്ചർ ചെയ്തുമാണ് കൊന്നത്. ഇത്തരത്തിൽ ബ്രിട്ടീഷ് സർക്കാർ നീക്കിയ ഈ രഹസ്യ നീക്കത്തെയാണ് ഓപ്പറേഷൻ ട്രോജൻ ഹോഴ്സ് എന്നറിയപ്പെടുന്നത്. അബ്രഹാം മാൽപ്പൻ, അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം 1796 മുതൽ 1845 വരെയാകുന്നു. അതായത് 49 വയസ്സ് വരെയാണ് അബ്രഹാം മാൽപ്പൻ ജീവിച്ചത്. മലങ്കര സിറിയൻ സഭയുടെ മാർട്ടിൻ ലൂതർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മലങ്കര സിറിയൻ സഭയുടെ മാർട്ടിൻ ലൂതർ എന്നാണ് അബ്രഹാം മാൽപ്പൻ അറിയപ്പെടുന്നത്. മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞാൽ 1483 മുതൽ 1546 കാലഘട്ടങ്ങളിൽ ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ലോകപ്രശസ്തനായ ക്രൈസ്തവ പുരോഹിതനും മതപരിഷ്കർത്താവുമാകുന്നു മാർട്ടിൻ ലൂതർ. മലങ്കര സിറിയൻ സഭയുടെ മാർട്ടിൻ ലൂതർ എന്നാണ് അബ്രഹാം മാൽപ്പൻ അറിയപ്പെടുന്നത്. മലങ്കര സുറിയാനി സഭയിൽ നവീകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പ്രീസ്റ്റ് കൂടിയാകുന്നു അബ്രഹാം മാൽപ്പൻ. മാരാമൺ പള്ളിയിലെ മുത്തപ്പന്റെ ചാത്തം എന്ന പൂജാ സമ്പ്രദായം അവസാനിപ്പിച്ചതും അബ്രഹാം മാൽപ്പനാകുന്നു. ഇങ്ങനെ വരുന്ന മലങ്കര സുറിയാനി സഭയിലെ ഒട്ടനവധി നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രീസ്റ്റാകുന്നു അബ്രഹാം മാൽപ്പൻ.